52ാമത്തെ GST കൗൺസിൽ മീറ്റിങ്ങിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് ചേഞ്ചസ് ഇൻ GST റേറ്റ് ഓഫ് ഗുഡ്സ്. അതിൽ ആദ്യം വരുന്ന ഐറ്റം ഫുഡ് പ്രിപ്പറേഷൻ ഓഫ് മില്ലറ്റ് ഫ്ലോർ ഇൻ പൗഡർ ഫോം കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 70% മില്ലറ്റ്സ് ബൈ വെയ്റ്റ്. HSN കോഡ് 1901. ഇത് പ്രീ പാക്കേജ്ഡോ അല്ലെങ്കിൽ ലേബിൾഡ് ഫോമിലോ വിറ്റ് കഴിഞ്ഞാൽ 5% GST. പ്രീ പാക്കേജിലോ അല്ലെങ്കിൽ ലേബൽ ഫോമിലോ അല്ലാതെയാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 0% GST. പിന്നെ രണ്ടാമത്തെ ഐറ്റം ഇമിറ്റേഷൻ സാരി ത്രെഡ് ഓർ യാൺ മെയ്ഡ് ഔട്ട് ഓഫ് മെറ്റലൈസ്ഡ് പോളിസ്റ്റർ ഫിലിം ഓർ പ്ലാസ്റ്റിക് ഫിലിം. HSN കോഡ് 5605. ഇതിന് 5% GST റേറ്റ് ആണ് ഉള്ളത്. പക്ഷേ റീഫണ്ട് കിട്ടില്ല. പോളിസ്റ്റർ ഫിലിം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫിലിം ഓൺ അക്കൗണ്ട് ഓഫ് ഇൻവേർഷൻ അങ്ങനെ വരുമ്പോൾ റീഫണ്ട് കിട്ടില്ല. പിന്നെ വരുന്ന അടുത്ത ഐറ്റം ഫോറിൻ ഗോയിങ് വെസൽസ്. കോസ്റ്റൽ റണ്ണിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5% GST അടയ്ക്കേണ്ടതായി വരും. പക്ഷേ ഇവർക്കൊരു എക്സംഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ഗോയിങ് വെസൽ കോസ്റ്റൽ റണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യുകയും 6 മാസത്തിനുള്ളിൽ തിരിച്ച് ഫോറിൻ ഗോയിങ് വെസലായി റീകൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 5% GST വരില്ല. അത് എക്സംഷൻ കൊടുക്കാനായിട്ട് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ചേഞ്ചസ് ഇൻ റിലേഷൻ ടു ഗുഡ്സുമായി സംബന്ധിച്ചുള്ള വേറെ ചില ചേഞ്ചസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് GST കൗൺസിൽ ഒരു എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അത് GSTയുടെ ആംബിറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊളാസസിൻ്റെ GST റേറ്റ് 28% നിന്ന് 5% കുറയ്ക്കാൻ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഷുഗർ കെയിൻ ഫാർമേഴ്സിനും ഷുഗർ മിൽസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് താരിഫ് HSN കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 8 ഡിജിറ്റ് HSN കോഡാണ്. അത് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്. ഇതിനാണ് 8 ഡിജിറ്റ് HSN കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി വരുന്നത് ചേഞ്ചസ് ഇൻ GST റേറ്റ് ഓഫ് സർവീസസ്. ഓൾറെഡി സീരിയൽ നമ്പർ 3 and 3 of notification number 12/2017 CTR Central Tax Rate dated 28/6/2017. അത് പ്യുവർ ആൻഡ് കോമ്പോസിറ്റ് സർവീസസ് പ്രൊവൈഡഡ് ടു സെൻട്രൽ or state or union territory governments and local authorities in relation to any function entrusted to panchayat or municipality under Article 243G and 243W of Constitution of India. അത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ എക്സംപ്ഷൻ ഇനിയും റീറ്റെയിൻ ചെയ്യാൻ ആണ് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചേഞ്ചും ഉണ്ടായിരിക്കുകയില്ല. അടുത്ത കാര്യം GST കൗൺസിൽ സർവീസസ് ഓഫ് വാട്ടർ സപ്ലൈ, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, കൺസർവൻസി, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ലം ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് അപ്ഗ്രേഡേഷൻ സപ്ലൈഡ് ടു ഗവൺമെൻറ് അതോറിറ്റീസ്. ഈ സർവീസസ് എക്സംപ്റ്റ് ചെയ്യാൻ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസുമായി സംബന്ധിച്ചുള്ള മറ്റ് ചേഞ്ചസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് ജോബ് വർക്ക് സർവീസസ് ഫോർ പ്രോസസ്സിംഗ് ഓഫ് ബാർലി ടു മാൾട്ട്. അതിന് GST റേറ്റ് 5% അല്ലാതെ 18% 18% ആയിരുന്നു, ഇപ്പോൾ 5% പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം 1 ജനുവരി 2022 മുതൽ
ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ബസ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്തുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അവർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഓഫ് CGST ആക്ട് അനുസരിച്ച് GST കളക്ട് ചെയ്യുകയും അടയ്ക്കുകയും ചെയ്യണം എന്ന് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ TCS കളക്ടർ അല്ലാതെ ടാക്സ് പെയറായി തന്നെ GST കളക്ട് ചെയ്യുകയും അടയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിൽ GST കൗൺസിൽ മീറ്റിംഗ് ഒരു അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസ്ഡ് ആസ് കമ്പനീസ് അവർ സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഓഫ് CGST ആക്ട് 2017 നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ. ഇത് അവർക്ക് ഈ കമ്പനീസ്, ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസ്ഡ് ആസ് കമ്പനീസ് അവർക്ക് GST അടയ്ക്കാനും ITC ഉപയോഗിക്കാനും ഇത് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെറ്റപ്പ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് അക്രോസ് ദ കൺട്രി ഇൻ മിനറൽ മൈനിങ് ഏരിയാസ് അവർ ഗവൺമെൻറ്റൽ അതോറിറ്റീസ് ആയതുകൊണ്ട് GSTയിൽ നിന്ന് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഗവൺമെൻറ് അതോറിറ്റീസ് പോലെ ഈ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റും അവരും ഗവൺമെൻറ് അതോറിറ്റീസ് ആയതുകൊണ്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഇന്ത്യൻ റെയിൽവേസ്. അത് ഫോർവേഡ് ചാർജ് മെക്കാനിസമിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. അവർക്ക് ITC അവൈൽ ചെയ്യാൻ പറ്റും. ഇത് ഇവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ, ഇന്ത്യൻ റെയിൽവേസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആകും. പിന്നെ വരുന്നത് ചില മെഷേഴ്സാണ്. ഒന്നാമത്തത് ആംനസ്റ്റി സ്കീം ഫോർ ഫയലിംഗ് ഓഫ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഡിമാൻഡ് ഓർഡേഴ്സ് ഇൻ കേസസ് വെർ അപ്പീൽ കുഡ് നോട്ട് ബി ഫയൽഡ് വിതിൻ ദി അലവബിൾ ടൈം പീരീഡ്. അതായത് ടാക്സ് പേയേഴ്സ് അവർക്ക് ഓർഡർ 31 മാർച്ച് 2023 മുമ്പ് പാസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഓർഡർ 31 മാർച്ച് 2023 മുമ്പ് പാസ് ചെയ്തിട്ടുണ്ട്, അതിന് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്, ആ അപ്പീൽ റിജക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കേസിൽ ഈ ടാക്സ് പേയേഴ്സിന് അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31 ജനുവരി 2024. ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 12% ഓഫ് ടാക്സ് അണ്ടർ ഡിസ്പ്യൂട്ട് അത് നേരത്തെ തന്നെ അടയ്ക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് 20%, 20% ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് ഡെബിറ്റ് ചെയ്യണം. ഇതാണ് കണ്ടീഷൻ പറയുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം, ക്ലാരിഫിക്കേഷൻസ് റിഗാർഡിംഗ് ടാക്സബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്യാരണ്ടി offered by directors to the bank against the credit limit or loan being sanctioned to the company, and regarding taxability of corporate guarantee provided for related parties, including corporate guarantee provided by holding company to its subsidiary company. ഇതിൽ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം സർക്കുലർ ഇഷ്യൂ ചെയ്യാനുള്ളതാണ്. അതിൽ ഡയറക്ടർ ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ കമ്പനി അതിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ അല്ലെങ്കിൽ സപ്ലൈയുടെ വാല്യൂ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് GST അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, റൂൾ 28 സബ് റൂൾ 2 ഇൻസർട്ട് ചെയ്യാനാണ് ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. അതിലെന്താണെന്ന് വെച്ചാൽ, ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡഡ് ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ് ആസ് 1% ഓഫ് ദി എമൗണ്ട് ഓഫ് സച്ച് ഗ്യാരണ്ടി ഓഫേർഡ് ഓർ ആക്ച്വൽ കൺസിഡറേഷൻ വിച്ച് എവർ ഈസ് ഹയർ. അതായത് കോർപ്പറേറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡഡ് ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ് അതിൻ്റെ വാല്യൂ വരുന്നത് 1% ഓഫ് ദി എമൗണ്ട് ഓഫ് ഗ്യാരണ്ടി ഓഫേർഡ് അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ. ഇതിൽ ഏതാണ് ഹയർ എന്ന് വെച്ചാൽ അതാണ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ. പിന്നെ വരുന്ന കാര്യം ഒരു ക്ലാരിഫിക്കേഷനാണ്, സർക്കുലർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നു. അതിൽ എന്താണെന്ന് വെച്ചാൽ, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഓഫ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡഡ് ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടീസ് അത് സെക്ഷൻ റൂൾ 28 സബ് റൂൾ 2 ഓഫ് CGST റൂൾസ്
17 പ്രകാരം ആയിരിക്കും ഗവേൺ ചെയ്യുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മെഷർ എന്താണെന്ന് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ഓട്ടോമാറ്റിക് റെസ്റ്റോറേഷൻ ഓഫ് പ്രൊവിഷണലി അറ്റാച്ച്ഡ് പ്രോപ്പർട്ടി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 1 ഇയർ. ഇതിൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഫോം DRC 22 പ്രകാരം പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അത് 1 വർഷത്തിന് ശേഷം ആ ഓർഡർ വാലിഡ് ആയിരിക്കുന്നതല്ല. പ്രൊവിഷണലി അറ്റാച്ച്ഡ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കായിട്ട് റിലീസാവും. അതിന് കമ്മീഷണറുടെ റിട്ടേൺ ഓർഡർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അടുത്ത മെഷർ വന്നിട്ടുള്ളത്. പിന്നെയുള്ള കാര്യം ക്ലാരിഫിക്കേഷൻ ഓൺ വേരിയസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ സംബന്ധിച്ചുള്ള ചില ഇഷ്യൂസ് ക്ലാരിഫൈ ചെയ്യാൻ കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ, ഇത് 3 സപ്ലൈ ഓഫ് സർവീസസിനാണ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. ഒന്നാമത്തത് സപ്ലൈ ഓഫ് സർവീസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് by mail or courier in cases where the location of supplier or the location of recipient of services is outside India. രണ്ടാമത്തത് സപ്ലൈ ഓഫ് അഡ്വർടൈസിങ് സർവീസസ്. മൂന്നാമത്തത് സപ്ലൈ ഓഫ് ദി കോ-ലൊക്കേഷൻ സർവീസസ്. ഈ 3 സർവീസസിനും പ്ലേസ് ഓഫ് സപ്ലൈയിലെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്യാൻ ആയിട്ട് കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അടുത്ത വരുന്ന കാര്യം ഇഷ്യൂവൻസ് ഓഫ് ക്ലാരിഫിക്കേഷൻ റിലേറ്റിംഗ് ടു എക്സ്പോർട്ട് ഓഫ് സർവീസസ്. ചില ക്ലാരിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്യാൻ കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അഡ്മിസിബിലിറ്റി ഓഫ് എക്സ്പോർട്ട് റെമിറ്റൻസസ് റിസീവ്ഡ് ഇൻ സ്പെഷ്യൽ INR വോസ്റ്റർ അക്കൗണ്ട് ആസ് പെർമിറ്റഡ് ബൈ RBI. പിന്നെ വരുന്ന അടുത്ത കാര്യം SEZ ഡെവലപ്പേഴ്സിന് IGST റീഫണ്ട് കൊടുക്കാനുള്ള റെക്കമെൻഡേഷനാണ്. അതെന്താണെന്ന് വെച്ചാൽ സപ്ലയേഴ്സ് SEZ ഡെവലപ്പേഴ്സിന് ഓതറൈസ്ഡ് ഓപ്പറേഷൻസിന് വേണ്ടി ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ IGST അടച്ചത് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ സപ്ലയേഴ്സിന് ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചില എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ എക്സെപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ കമോഡിറ്റീസ് ലൈക്ക് പാൻ മസാല, ടൊബാക്കോ, വുഡ്ക എക്സെട്ര mentioned in notification number 1/2023 integrated tax dated 31/7/2023. ഈ കമോഡിറ്റീസ് ഒഴികെ ബാക്കി ഏത് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഔട്ട്പുട്ട് IGST അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് റീഫണ്ട് കിട്ടാനുള്ള ഒരു മെക്കാനിസമാണ് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത കാര്യം alignment of provisions of CGST Act 2017 with the provisions of the Tribunal Reforms Act 2021 in respect of appointment of president and members of the proposed GST appellate tribunals. ഇതിൽ GST കൗൺസിൽ ചില അമെൻമെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ഉള്ള മെമ്പേഴ്സിൻ്റെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം മെമ്പേഴ്സ് ആരാണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ഫോർ 10 years വിത്ത് സബ്സ്റ്റാൻഷ്യൽ എക്സ്പീരിയൻസ് ഇൻ litigation under indirect tax laws in the appellate tribunal, central excise and service tax tribunal, state VAT tribunals by whatever name called high court or supreme court, to be eligible for the appointment as judicial member. ജുഡീഷ്യൽ മെമ്പറിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് അയാൾക്ക് മിനിമം 10 years എക്സ്പീരിയൻസ് വേണം. അത് സെൻട്രൽ എക്സൈസോ സർവീസ് ടാക്സ് ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വാറ്റ് ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡയറക്റ്റ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിലോ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് അഡ്വക്കേറ്റിന് വേണം. മിനിമം ഏജ് പറയുന്നത് അഡ്വക്കേറ്റിൻ്റെ മിനിമം ഏജ് 50 കൊല്ലം ആയിരിക്കണം. പ്രസിഡൻ്റ് ആവാൻ വേണ്ടി ഉള്ളത് 50 കൊല്ലമായിരിക്കണം മിനിമം ഏജ്. പ്രസിഡൻറ്റിനും മെമ്പേഴ്സിനും മാക്സിമം ഏജ് എന്താണെന്ന് വെച്ചാൽ പ്രസിഡൻറ്റിന് 70 കൊല്ലം ആണ്, 70 years ആണ് മാക്സിമം ഏജ്. അതർ മെമ്പേഴ്സിന് 67 years ആണ് മാക്സിമം ഏജ്. ഇതൊക്കെയാണ് GST കൗൺസിലിലെ റെക്കമെൻഡേഷൻസ്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.